ഹലോ സ്റ്റുഡൻസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്ലൈ എന്ന ചാപ്റ്ററിലെ അമെൻമെന്റ്സ് ആണ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ 3 അമെൻമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ അമെൻമെന്റ് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ഷെഡ്യൂൾ 3. ഓക്കെ, അതായത് ഷെഡ്യൂൾ 3 എന്താ നമുക്കറിയാം അല്ലെ, എന്താണത്? നോൺ സപ്ലൈസ് ആണ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? certain transactions are listed in schedule 3 and these transactions ഇത് സപ്ലൈയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ഈ പറയുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ഡീം ചെയ്യില്ല. ഓക്കെ, അങ്ങനെ 8 ട്രാൻസാക്ഷൻ ആയിരുന്നു ഷെഡ്യൂൾ 3 ഉണ്ടായിരുന്നത്. അതിനകത്തേക്ക് 2 പുതിയ എൻട്രി കൂടെ കയറി വന്നിട്ടുണ്ട്, പാരാ 9 ആൻഡ് പാരാ 10. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഈ പാരാ 9ഉം പാരാ 10ഉം എന്താണെന്ന്. ഓക്കെ, നമുക്ക് പാരാ 9 ആദ്യം നോക്കാം. ഈ 9ഉം 10ഉം ഇത് രണ്ടും ആക്ച്വലി ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എൻട്രികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനി എടുക്കുന്നു, LIC. LIC is providing insurance services to ABC and Co എന്ന് വിചാരിക്കാം, എക്സാമ്പിൾ. അപ്പൊ അതിന് പകരം ABC ഡെഫിനറ്റ്ലി LICക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവും? ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇൻഷുറൻസിന്റെ റിസ്ക് വളരെ കൂടുതലായതുകൊണ്ട് LIC ഒറ്റയ്ക്കല്ല ഈ ഇൻഷുറൻസ് കൊടുക്കുന്നത്. LIC വേറൊരു ഇൻഷുറൻസ് കമ്പനിയും കൂടെ ചേർന്നാണ് ഈ ABCക്ക് ഇൻഷുറൻസ് സർവീസ് കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. സാധാരണ ഇപ്പൊ നമ്മളൊക്കെ LIC ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളും LIC മാത്രമേ പിക്ചറിലുള്ളൂ. പക്ഷെ ഇവിടെ LIC ഒറ്റയ്ക്ക് LIC സർവീസ് കൊടുക്കുന്നത്, LICയും വേറൊരു കമ്പനി, ദാറ്റ്സ് ദ ന്യൂ ഇന്ത്യ അഷുറൻസ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ABCക്ക് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഇൻഷുറേഴ്സ്. ആൻഡ് ദാറ്റ് നെയിം മേക്ക് സെൻസ് അല്ലെ, അവർ രണ്ടുപേരും കോ ഇൻഷുറൻസ് ആണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ABCക്ക് ഇൻഷുറൻസ് സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ഇവർക്ക് പ്രീമിയം കൊടുക്കണം. പ്രീമിയം ടോട്ടലി 1 lakh rupees എന്ന് വിചാരിക്കാം. 1 ലക്ഷം രൂപയാണ് ABC ഇവർക്ക് കൊടുക്കുന്ന പ്രീമിയം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രീമിയം കൊടുക്കുന്ന സമയത്ത് ആ 1 lakhൽ നിന്ന് LIC ഒരു 60,000 എടുത്തിട്ട് ബാക്കി 40,000 ന്യൂ ഇന്ത്യ അഷുറൻസിന് കൊടുക്കണം. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ABC പ്രീമിയം കൊടുക്കുമ്പോൾ എൻറ്റയർ 1 lakh കളക്ട് ചെയ്യുന്നത് LIC ആണ്. എന്നിട്ട് LIC ആ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അതിനകത്ത് ഒരു പാർട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞ ന്യൂ ഇന്ത്യ അഷുറൻസിൽ കൊടുക്കും. എത്ര രൂപ കൊടുക്കും? 40 അല്ലെ. അപ്പൊ കിട്ടിയ 1 lakh LIC കളക്ട് ചെയ്യാനുള്ള കാരണം LICനാണ് നമ്മൾ ലീഡ് ഇൻഷുർ എന്ന് പറയുന്നത്. അവരാണ് മെയിൻ. രണ്ടുപേരോട് ഒരുമിച്ചാണ് സർവീസ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് കൈൻഡ് ഓഫ് ഒരു പാർട്ണർഷിപ്പ് പോലെയാണ്. രണ്ടുപേരോട് ഒരുമിച്ചാണ് സർവീസ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മാനേജിംഗ് പാർട്ണർ, മെയിൻ പാർട്ണർ ഉണ്ടാവുമല്ലോ. എന്ന് പറയുന്ന പോലെ ഈ ഇൻഷുറൻസ് സർവീസ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് LIC ആണ്. അപ്പൊ LIC നമുക്ക് ലീഡ് ഇൻഷുറൻസ് എന്ന് വിളിക്കാം, ഇൻഷുറർ എന്ന് വിളിക്കാം. അവരാണ് ഈ 1 lakh rupees കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ 60,000 rupees എന്ന് പറയുന്ന എമൗണ്ട് LIC റീറ്റെയിൻ ചെയ്തതിനു ശേഷം ബാക്കി 40,000 rupees ന്യൂ ഇന്ത്യ അഷുറൻസിന് കൊടുക്കും. ക്ലിയർ? യെസ്. നൗ ഇവിടെ എന്താണ് ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബേസിക്കലി LIC ഒരു 40,000 rupees നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസിന് കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതിന് കാരണം എന്താ? ഇവർ കോ ഇൻഷുറർ ആണ് അല്ലെ, അതുകൊണ്ടാണ് കൊടുത്തത്. ആ 40,000 rupeesന് സെപ്പറേറ്റ്ലി ഒരു GST വരില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന 40,000 എമൗണ്ട് ഇല്ലേ, ദാറ്റ്സ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ LIC ആൻഡ് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് അല്ലെ. അപ്പൊ ആ കോ ഇൻഷുറർമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പേയ്മെന്റ് സ്പ്ലിറ്റ് വരുന്ന സമയത്ത് ആ പേയ്മെന്റിന് GST വരില്ല. ദിസ് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി എ സപ്ലൈ. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു 1 lakh rupees എന്ന് പറഞ്ഞിട്ട് LIC പ്രീമിയം കളക്ട് ചെയ്തില്ലേ, ആ ഫുൾ 1 lakhനും LIC GST അടക്കണം. ആ ഫുൾ 1 lakhനും LIC GST അടച്ചതിന് ശേഷം അതിലൊരു 40,000 രൂപ എടുത്തിട്ട് ന്യൂ ഇന്ത്യ അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ 40,000ന് പുതിയൊരു GST ട്രിഗർ ചെയ്യില്ല. ബിക്കോസ് ദാറ്റ് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന പുതിയ എൻട്രി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ എൻട്രി ഒന്ന് വായിക്കാം. ഐ ഹോപ്പ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എൻട്രി ഒന്ന് വായിച്ചു നോക്കാം. The activity of apportionment of co-insurance premium by the lead insurer to the co-insurer for the insurance services jointly supplied by the lead insurer and the co-insurer to the insured in co-insurance agreements. നിർത്തി വായിച്ചാൽ മനസ്സിലാവും. Okay, subject to the condition that the lead insurer pays the central tax, state tax, UTGST or IGST on the entire amount of premium paid by the insured.
അതാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. ഈ LIC ഈ 1,00,000 രൂപയ്ക്ക് മുഴുവനായിട്ടും LICന്റെ GST അടക്കണം. അങ്ങനെ GST അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 40,000 രൂപ നമ്മുടെ കോ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ദാറ്റ് ട്രാൻസാക്ഷൻ വിൽ നോട്ട് അട്രാക്ട് GST ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. കുറച്ച് ട്രിക്കിയാണ്, പക്ഷേ ഐ ഹോപ്പ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പാര 10 നോക്കാം. അതും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു എൻട്രി തന്നെയാണ്. ശ്രദ്ധിക്കാം. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സാമ്പിൾ. ഞാൻ LIC എന്നൊരു കമ്പനി എടുക്കുന്നു. ദേ ആർ പ്രൊവൈഡിങ് ഇൻഷുറൻസ് സർവീസ് ടു IKEA എന്ന് വിചാരിക്കാം, എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇൻഷുറൻസ് സർവീസ് കൊടുക്കണം. ഇവിടെ ആക്ച്വലി കോ ഇൻഷുറൻസ് പരിപാടി ഒന്നുമില്ല കേട്ടോ. 2 പാർട്ടീസേ ഈ കോൺട്രാക്റ്റ് ഉള്ളൂ, ഒന്ന് LICയും IKEAയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് IKEA ഇവർക്ക് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കണം 1,50,000. ആ ഫുൾ 1,50,000 LIC തന്നെ GST അടക്കണം. ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കും. എന്ത് പറ്റി നോക്കിയാലേ, നമ്മുടെ LICക്ക് നോക്കുന്ന സമയത്ത് ഓൾറെഡി IKEA ആയിട്ട് ഇൻഷുറൻസ് എഗ്രിമെന്റിൽ LIC കയറി കഴിഞ്ഞു. പക്ഷേ റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, റിസ്ക് വളരെ കൂടുതലാണെങ്കിൽ ഇവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കോ ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യായിരുന്നു വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ആയിട്ട്. അതാണ് നമ്മളിപ്പോൾ തൊട്ടുമുമ്പത്തെ എക്സാമ്പിൾ കണ്ടത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോ ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസ് ഓൾറെഡി LIC എടുത്ത് നമ്മുടെ IKEAക്ക് കൊടുത്തു. അതിനുശേഷം ഈ ഇൻഷുറൻസിന്റെ റിസ്ക് ഭാഗികമായി ഏറ്റെടുക്കാനായി വേറൊരു കമ്പനിനെ LIC ഏൽപ്പിക്കുകയാണ്. ലെറ്റ് സേ ഞാനിവിടെ എക്സാമ്പിളിൽ GIC എന്ന് പറയുന്ന കമ്പനി, ഓൾറൈറ്റ്, അവരാണ് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് വെറുതെ അല്ല, LIC ഇവർക്ക് പ്രീമിയം കൊടുക്കണം. എത്ര? 75,000 റുപ്പീസ് പ്രീമിയം കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LICയുടെ ഇൻഷുറൻസിന്റെ, അതായത് ഇപ്പോൾ LIC ബേസിക്കലി IKEAക്ക് എന്തെങ്കിലും ക്ലെയിം വന്നാൽ അത് LIC ആണല്ലോ കൊടുക്കേണ്ടത്. അത് ഫുള്ള് LIC കൊടുക്കണ്ട. ഇപ്പോൾ ലെറ്റസ് ഞാനിപ്പോൾ എക്സാമ്പിൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 50% പ്രീമിയം ആണ് ഇവിടെ GIC കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 50% GIC ബെയർ ചെയ്തോളും. ഈ പരിപാടിയെ വിളിക്കുന്ന പേരാണ് റീ ഇൻഷുറൻസ്. സോ റീ ഇൻഷുറൻസ് ഇസ് ഡിഫറെന്റ് ഫ്രം കോ ഇൻഷുറൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൊട്ടുമുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടത് കോ ഇൻഷുറൻസ് ആണ്. അവിടെ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരുമിച്ച് വന്ന് ഒരാൾക്ക് ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതിനകത്തൊരു ലീഡ് ഇൻഷുറർ ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ IKEAയെ സംബന്ധിച്ചിടത്തോളം IKEAയുടെ സപ്ലയർ ഒറ്റ ഒരാളാണ്. അവിടെ ഒരു കോ സപ്ലൈ ഇല്ല, ഒറ്റ സപ്ലയറേ ഉള്ളൂ. അതാരാണ്? LIC ആണ്. എന്നാൽ LIC ആ ഇൻഷുറൻസ് തന്നെ റീഇൻഷുർ ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് GIC എന്ന് പറയുന്ന വേറൊരു കമ്പനി ആയിട്ട്. ക്ലിയർ അല്ലേ? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ വളരെ ഈസിയാണ്. 1,50,000 ടാക്സബിൾ ആണ്, അതിന് GST LIC ഗവൺമെന്റിലേക്ക് അടയ്ക്കും. 75,000 റുപ്പീസ് ടാക്സബിൾ ആണ്, അതിന് GST GIC ഗവൺമെന്റിലേക്ക് അടക്കണം. ഇവിടെ 2 സപ്ലൈ ഉണ്ട്. ദിസ് ഇസ് സപ്ലൈ നമ്പർ 1, ദിസ് ഇസ് സപ്ലൈ നമ്പർ 2. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. LICക്ക് ആക്ച്വലി റീ ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ലാഭം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ക്ലെയിം ഭാവിയിൽ വരുവാണെങ്കിൽ, ഇപ്പൊ ടോട്ടൽ ഇപ്പൊ ഒരു 1 crore ക്ലെയിം വന്നെന്ന് വെച്ചോ, ആ 1 crore LIC ഇവർക്ക് എടുത്തങ്ങോട്ട് കൊടുക്കും. പക്ഷെ പേടിക്കണ്ട, അതിന്റെ 50% ആര് തരും? GIC LICക്ക് കൊടുക്കും, സബ്സിക്വന്റ്ലി കൊടുക്കും. ക്ലിയർ? ഇനി എന്താണ് GICയുടെ ലാഭം? ഇവിടെ ദേ ആർ ഗെറ്റിംഗ് പ്രീമിയം. പിന്നെ അത് മാത്രമല്ല, കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും GIC അറിയണ്ട, അതൊക്കെ LIC നോക്കിക്കോളും. ഓക്കെ, അതിന്റെ ഡോക്യുമെന്റേഷൻ, അതിന്റെ വെറ്റിംഗ്, അവക കാര്യങ്ങളെല്ലാം തന്നെ LIC നോക്കിക്കോളും. ജസ്റ്റ് ആ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ക്ലെയിമിൽ ഒരു സെറ്റിൽമെന്റ് മാത്രം ആര് കൊടുക്കും? GIC കൊടുക്കും. അതാണ് GICയുടെ ലാഭം. ആക്ച്വലി ഇത് GICക്ക് വളരെ ലാഭകരമായിട്ടൊരു പരിപാടിയാണ്. ഇങ്ങനെ ഒരുപാട് സെക്ടറുകളിൽ GIC എന്ത് ചെയ്യുന്നു? റീഇൻഷുറൻസ് ചെയ്യുന്നുണ്ടാവും. GIC ആക്ച്വലി അങ്ങനത്തെ ഒരു കമ്പനി തന്നെ കേട്ടോ. ഒരുപാട് ഡിഫറെന്റ് ഇൻഷുറൻസ് സെക്ടറുകളിൽ റീഇൻഷുറൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് GIC എന്ന് പറയുന്നത്. നമ്മുടെ ഒരു PSU ആണ്, ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. ഓക്കെ, അപ്പൊ GICയുടെ ഈ ലാഭം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ആക്ച്വലി GICക്ക്, നമ്മുടെ LICക്ക് ഈ പറയുന്ന റീഇൻഷുറൻസ് ആക്ടിവിറ്റി GICയെ തന്നെ ഏൽപ്പിക്കണമെന്നില്ല. വേറെയും കുറെ കമ്പനികളുണ്ടല്ലോ ഇന്ത്യയിൽ, അത് ഏൽപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ GICയെ തന്നെ ഏൽപ്പിക്കുമ്പോൾ LICക്ക് എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് വേണ്ടേ? ഓക്കെ, LICക്ക് ഓൾറെഡി ഇൻസെന്റീവ് ഉണ്ട്. എന്താണ്? റീഇൻഷുറൻസ് സേഫ്റ്റി ഉണ്ട്. പക്ഷെ അത് കൂടാതെ എന്തെങ്കിലും ഒരു ലാഭം വേണം എന്ന് LICക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ലാഭം വേണമെന്ന് LICക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ GIC എന്ത് ചെയ്യുമെന്നറിയോ? LICക്ക് ഒരു കമ്മീഷൻ കൊടുക്കും. ആ കമ്മീഷനെ വിളിക്കുന്ന പേരാണ് സീഡിംഗ് കമ്മീഷൻ. ഓൾറൈറ്റ്, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. LIC is providing insurance service to IKEA and they're getting premium for that 1,50,000. Taxable GST അടക്കണം. Now, LIC has opted for reinsurance with GIC. So GIC is providing reinsurance service to LIC.
And for that, GIC is collecting a premium of 75,000 rupees from LIC. That is also taxable. Supply ആണ്. ഇനി ഇവിടുത്തെ ക്യാച്ച് ഇരിക്കുന്നത് ഈ 15,000 റുപ്പീസ് ആണ്. അപ്പൊ GIC 15,000 റുപ്പീസ് LIC കൊടുക്കില്ലേ? കൊടുക്കും. ആ 15,000, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. ആക്ച്വലി ഇങ്ങനെ ഒരു എൻട്രി ഇല്ലെങ്കിൽ നമ്മൾ സപ്ലൈ എന്ന് വിചാരിക്കും. ഇവിടെ LIC GICക്ക് കൊടുത്തിട്ടുള്ള ഒരു സർവീസ് ആണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, GICക്ക് തന്നെ കൊടുത്തത് GICക്ക് വളരെ സന്തോഷമായി. അപ്പൊ അതിനൊരു നന്ദി സൂചകമായിട്ടാണ് ഈ 15,000 റുപ്പീസ് കമ്മീഷൻ കൊണ്ട് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യത്തെ സപ്ലൈയിൽ ഇതാണ് സപ്ലയർ, ഇതാണ് റെസിപ്പിയന്റ്. LIC സപ്ലയർ, IK ഇസ് റെസിപ്പിയന്റ്. സെക്കൻഡ് സപ്ലൈയിൽ GIC ഇസ് സപ്ലയർ, LIC ഇസ് റെസിപ്പിയന്റ്. അതാണ് ഈ 75,000ന്റെ. ഇതുകൂടാതെ ഇവിടെ ഒരു സപ്ലൈയും കൂടെ ഉണ്ട്, കുറച്ച് ട്രിക്കിയാണ്. LIC ആണ് സപ്ലയർ, GIC ആണ് റെസിപ്പിയന്റ്. അതിനെ LIC തിരിച്ചു വാങ്ങിച്ചിരിക്കുന്നതാണ് സീഡിംഗ് കമ്മീഷൻ. സെറ്റ്. ഓക്കെ. അപ്പൊ ചോദ്യം, ഈ സീഡിംഗ് കമ്മീഷൻ GST വരുമോ? ഇല്ല. ദ സീഡിംഗ് കമ്മീഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. അതാണ് ഞാൻ ഇവിടെ നോൺ സപ്ലൈ അല്ലെങ്കിൽ നോട്ട് സപ്ലൈ എന്ന് പറയുന്നത്. ഇതാണ് ഷെഡ്യൂൾ 3 വന്നിരിക്കുന്ന 10ാമത്തെ എൻട്രി, പുതിയ പാര. ഇതുപോലെയുള്ള സീഡിംഗ് കമ്മീഷൻ GST വരില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. ഇനി പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആക്ച്വലി 75,000 ആദ്യം ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ 15,000 ഇങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യാം. നിങ്ങൾക്ക് അത് ഊഹിക്കാവുന്നതുള്ളൂ അല്ലേ? LIC ഈ സീഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന 15,000 റുപ്പീസ് കുറച്ച് ബാക്കി 60,000 റുപ്പീസ് മാത്രമേ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ സ്കീം പ്രകാരം GIC 50% റിസ്ക് അല്ലേ എടുക്കേണ്ടത്? GIC ഇപ്പോഴും 50% റിസ്ക് എടുക്കും, പക്ഷെ 50% ഫുള്ളായ പ്രീമിയം GIC കിട്ടൂല. കാരണം 75,000 എന്ന് പറഞ്ഞ പ്രീമിയത്തിനകത്ത് 15,000 LIC എടുത്തിട്ട് ബാക്കി മാത്രമേ GIC കൊടുക്കുള്ളൂ. അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ GICക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് 60,000 റുപ്പീസ് ആണെങ്കിലും GIC ഫുൾ 75,000 GST അടക്കണം. കിട്ടിയോ? ഫുൾ 75,000നും GST അടക്കണം. എന്നാൽ ഈ 15,000 എന്ന് പറയുന്ന സീഡിംഗ് കമ്മീഷൻ, ആ 15,000 കുറച്ചുകൊണ്ടാണല്ലോ ബാക്കി 60 കയ്യിൽ കിട്ടിയത്. അപ്പൊ 75,000 GST അടയ്ക്കുന്നുണ്ടെങ്കിലും 15,000ന് LIC വീണ്ടും ഒരു GST അടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്. എന്തെങ്കിലും അഡീഷണൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അതായത് ഇൻഷുറൻസ് ബിസിനസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊന്ന് കണക്ട് ആവുകയുള്ളൂ. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതർ ദാൻ ദാറ്റ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇവിടെ എൻട്രി ക്ലിയർ ആയി. നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് വായിക്കാം. ഓക്കെ. അപ്പോൾ പാര 10, സർവീസസ് ബൈ ഇൻഷുറർ ടു ദി റീഇൻഷുറർ. അപ്പം എൻ്റെ എക്സാമ്പിളിൽ ഇൻഷുറർ LIC ആയിരുന്നു, റീഇൻഷുറർ GIC ആയിരുന്നു കേട്ടോ. ഫോർ വിച്ച് സീഡിംഗ് കമ്മീഷൻ ഓർ ദി ഇൻഷുറൻസ് കമ്മീഷൻ, സീഡിംഗ് കമ്മീഷൻ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻഷുറൻസ് കമ്മീഷൻ, is deducted from the reinsurance premium paid by the insurer to the reinsurer, subject to the condition that the CGST, SGST, UTGST or IGST is paid by the reinsurer on the gross reinsurance premium payable by the insurer to the reinsurer, inclusive of the said ceding commission or the reinsurance commission. Okay, fine. Ceding commission is also called reinsurance commission. Insurance commission, sorry, reinsurance commission. അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള എക്സാമ്പിളിൽ ഈ ഫുൾ 75,000 റുപ്പീസിനും GIC GST അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 റുപ്പീസിന് LIC GST അടക്കേണ്ട ആവശ്യം ഇല്ല. 15,000 കൊടുത്തിട്ടില്ല, പക്ഷെ അതിന് LIC GST അടക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരികയാണെങ്കിൽ ഒന്നും കൂടെ 2 എക്സാമ്പിൾസ് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായി കേട്ട് നോക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അതാണ് അമെൻമെന്റ് നമ്പർ 1. ഓക്കെ. ഇനി നമുക്ക് അമെൻമെന്റ് 2ലേക്ക് പോവാം. ശ്രദ്ധിക്കാം. അമെൻമെന്റ് 2 ആക്ച്വലി ഇറ്റ്സ് ഇൻ റിലേഷൻ ടു സർക്കുലർ ഓൾറെഡി ഇഷ്യൂഡ് ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് സപ്ലൈ. സപ്ലൈയിൽ നമ്മൾ ഈ ലിക്വിഡേറ്റഡ് ഡാമേജസിനെ എല്ലാം പറ്റിയിട്ട് ഒരു പെർട്ടിക്കുലർ സർക്കുലർ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെന്റ് ആണ് ഇത്. ഓക്കെ. ഇതെന്താണ് സംഭവം? അതായത് it was earlier clarified that payments like liquidated damages for breach of contract are not treated as consideration for tolerating an actual situation. ഇത് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ?
നമുക്ക് ഒരു ലിക്വിഡേറ്റഡ് ഡാമേജസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അവിടുത്തെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോളറേറ്റിംഗ് ആൻ ആക്ട് അല്ല. അവിടെ എന്താ പഠിക്കുന്നത്? വി ആർ നോട്ട് വില്ലിംഗ് ടു ടോളറേറ്റ് ദാറ്റ് ആക്ട്. വി ആർ നോട്ട് വില്ലിംഗ് ടു ടോളറേറ്റ് ദാറ്റ് ആക്ട്. അതുകൊണ്ടാണ് അത്രയും നമ്മൾ ലിക്വിഡ് ഡാമേജ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വിഷയമാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ therefore no GST was leviable on such amounts. ഇത് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്. എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ ആരാണ്? അതായത് നമ്മുടെ ബാങ്കുകളും NBFCകളും ഒക്കെ. ഓക്കെ, ഇവർക്ക് RBI പുതിയൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താണ്? They have been now instructed to stop levying penal interest for non-compliance with loan terms and instead levy penal charges. അതായത് ഇത്രയും കാലം ഇവിടെ പീനൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ EMI കൃത്യമായിട്ട് അടയ്ക്കാതെ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പീനൽ ഇൻട്രസ്റ്റ് വരുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ബാങ്കുകൾക്കും NBFCക്കും ഒരു പുതിയ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. പ്ലീസ് ഡു നോട്ട് ചാർജ് പീനൽ ഇൻട്രസ്റ്റ്, ഇൻസ്റ്റെഡ് ചാർജ് സംതിങ് നോൺ ആസ് പീനൽ ചാർജ്. പീനൽ ചാർജ് ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളെങ്ങനെ എഫക്ട് ചെയ്യും? ഈ പീനൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇത് ചാർജ് ചെയ്യുന്നത്? ഇത് ബേസിക്കലി ഒരാൾ ഒരു EMI അടയ്ക്കാൻ വൈകുന്നത് ബാങ്ക് സഹിക്കുന്നത് കൊണ്ടാണോ? അല്ല. ഇറ്റ്സ് നോട്ട് ടോളറേറ്റിംഗ് ആൻ ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് ക്രെഡിറ്റ് ഡിസിപ്ലിൻ എമംഗ് ദ ബോറോവേഴ്സ്. പൈസ ബോറോ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ, അവരുടെ അടുത്ത് ക്രെഡിറ്റ് ഡിസിപ്ലിൻ ഉണ്ടെന്നും അവർ കൃത്യമായിട്ട് എമൗണ്ട് തിരിച്ചടയ്ക്കുന്നു എന്നും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസിന് എങ്ങനെ GST ഇല്ല എന്ന് പറഞ്ഞുവോ, അതുപോലെ തന്നെ പീനൽ ചാർജിനും GST ഉണ്ടാവില്ല. Okay, it is now clarified that such penal charges are in nature of charges for breach of contract and not for tolerating an act or situation. Accordingly, no GST is payable on such penal charges. Okay, quick ആയിട്ട് പറഞ്ഞു പോയതാണ്. This is amendment number 2. Clear? Okay, fine. Let's move on to amendment number 3. Next, let's look at amendment 3. ഇൻട്രസ്റ്റിംഗ്ലി ഇതും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു അമെൻമെന്റ് ആണ്. നമ്മൾ അമെൻമെന്റ് 1 കണ്ടത് രണ്ടും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ അമെൻമെന്റ് 3യും ആക്ച്വലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആണ് ഇവിടെയും നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇത് എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. അത് ഇവിടുത്തെ പ്രശ്നം എന്താണ്? സാൽവേജ് ഓർ റെക് വാല്യൂ ഇൻ ക്ലെയിം സെറ്റിൽമെന്റ് ഇൻ ക്ലെയിം അസസ്മെന്റ് ഓഫ് ഡാമേജ് ടു മോട്ടോർ വെഹിക്കിൾ. അതായത് ഉദാഹരണം, ദിസ് ഇൻ ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, ദിസ് ഇൻ ഇൻഷുറൻസ് കമ്പനി, ഞാനിപ്പോൾ IC എന്ന് വിളിക്കുന്നു. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമറെ നമുക്ക് ഇൻഷുർഡ് എന്ന് വിളിക്കാം. അയാളാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അയാളുടെ ഒരു മോട്ടോർ കാർ ആണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു അപകടത്തിൽ ഈ കാറ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിപ്പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ കാറ് ഡാമേജ് ആയി നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിന് ഒരു സാൽവേജ് വാല്യൂ ഉണ്ടാവും, അല്ലെ ഒരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ലെറ്റ് ഇമാജിൻ അത് 1 lakh rupees എന്ന് വിചാരിക്കാം. ഓക്കെ, now what happens? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്തായാലും ഈ കാർ അപകടത്തിൽപ്പെട്ടൊരു ഒരു നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കണം ഇൻഷുർഡിന്. ലെറ്റ് സേ ഇതിനു വേണ്ടി ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ട എമൗണ്ട് 10 ലക്ഷം രൂപയെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള ക്രാഷും അതുമായി ബന്ധപ്പെട്ടുള്ള കാറിന് ഇൻഷുറൻസ് കമ്പനി കൽപ്പിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. അപ്പൊ 10 ലക്ഷമാണ് ഇനി ഇവർ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. now what happens is, രണ്ട് സിനോറിയോ ആണ് ഇവിടെ വരിക. ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് പറയും, അതെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വണ്ടിയുടെ സ്ക്രാപ്പ് ഉണ്ടല്ലോ, ഉണ്ട്, അതിന് 1 ലക്ഷം രൂപ വിലയില്ലേ, ഉണ്ട്. അപ്പോ ഞങ്ങൾ കാറിന്റെ വിലയായിട്ടുള്ള 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരില്ല, 9 ലക്ഷം രൂപയെ തരുള്ളൂ എന്ന് പറയും. ദ റീസൺ ഫോർ ദാറ്റ് ഇസ് റെക്ക് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അതായത് ആ സാൽവേജ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അവരുടെ കയ്യിൽ ഇൻഷുറൻസിന്റെ കയ്യിലുണ്ട്. അവർക്ക് അത് പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ 1 lakh കിട്ടും. പ്ലസ് ഈ 9 lakh കൂടെ ആയി കഴിഞ്ഞാൽ കാറിന്റെ വില 10 ലക്ഷം കിട്ടി. അപ്പൊ കാർ ഓൾറെഡി ഇൻഷുർ ചെയ്തിരിക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്, എക്സാമ്പിൾ. ഓക്കെ, ഈ സിറ്റുവേഷൻ നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2 എന്ത് സംഭവിക്കുന്നു? ഈ ഇൻഷുറൻസ് കമ്പനി ഫുൾ 10 ലക്ഷം രൂപയും ഇൻഷുർഡിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ സ്ക്രാപ്പ് ആയിട്ടിരിക്കുന്ന വണ്ടിയില്ലേ 1 lakh, അത് ഇങ്ങോട്ട് കൊടുക്കണം, ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, 10 ലക്ഷം രൂപ വിലയുള്ള കാറാണ്, അതിനൊരു അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ചതിന് ശേഷം ആ കാർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റക്കായി പോവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയുള്ള വണ്ടി, ആ സാൽവേജിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 lakh rupees ആണ്, 1 ലക്ഷം രൂപയാണ് അതിന്റെ വില. ഓക്കെ, ഫൈൻ. അപ്പോ ആ 1 ലക്ഷം രൂപ വിലയുള്ള വണ്ടി ഇൻഷുറിന്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപയാണ് ഇപ്പൊ ഇൻഷുറൻസ് എമൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ, there are 2 options. ഓപ്ഷൻ നമ്പർ 1 എന്താണ്? ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപയുടെ കാറ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം, അപ്പോഴേ 10 ലക്ഷം ഫുള്ള് കൊടുക്കാം. അല്ലെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ റക്ക് ഇൻഷുർഡിന് കയ്യിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചോളൂ, അപ്പൊ ഇൻഷുറൻസ് കമ്പനി 9 lakh കൊടുക്കുള്ളൂ.
ഇതാണ് രണ്ട് ഡിഫറെന്റ് കേസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് ജി എസ് ടി ഇംപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് 10 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊടുക്കുന്നില്ല, 9 ലാക്കേ കൊടുക്കുന്നുള്ളൂ വിചാരിക്കാം. സി 9 ലാക്ക് കൊടുക്കുമ്പോൾ ഈ പഴയ റക്കായിട്ടിരിക്കുന്ന കാറ് ഓൾറെഡി ഇൻഷുർഡിന്റെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? അതെ. അപ്പൊ ബേസിക്കലി അതിന്റെ ഓണർഷിപ്പ് ഇൻഷുറൻസ് കമ്പനിക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പോഴും ഓണർ ആര് തന്നെയാണ്? ഇൻഷുർഡ് ആയിട്ടുള്ള ഒറിജിനൽ ആള് തന്നെയാണ് ഇതിന്റെ ഓണർ. ഇനി പിന്നീട് ഈ റക്ക് പുറത്ത് വിൽക്കുമെന്ന് വെച്ചോ, 1 ലാക്ക് കിട്ടാൻ വേണ്ടി ഇൻഷുർഡ് പുറത്ത് വിൽക്കുമല്ലോ. ഇൻഷുറൻസ് കമ്പനി അവിടെ എന്തെങ്കിലും രീതിയിൽ ജി എസ് ടി ട്രിഗർ ചെയ്യോ? ഇല്ല. അതായത് എന്താ സംഭവം വെച്ചാൽ മിക്കവാറും ഇത് ഒരു തേർഡ് പാർട്ടിക്ക് വിൽക്കാനായിട്ട് കോട്ടൊക്കെ എടുത്തു കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി സഹായിക്കുമായിരിക്കും. പക്ഷെ ഓണർഷിപ്പ് ഇപ്പോഴും ആരുടെ കയ്യിൽ തന്നെയാണ്? ഇൻഷുർഡിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ 1 ലാക്കിന്റെ മേലെ, ഏത് 1 ലാക്ക്? വിറ്റിടുന്ന 1 ലാക്ക്, അതിന്റെ മേലെ ജി എസ് ടിയുടെ ഇമ്പാക്ട് ഒന്നും തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് വരില്ല. തെറ്റല്ലേ? ഓക്കെ. നൗ നമുക്ക് സെക്കൻഡ് സിറ്റുവേഷൻ ആലോചിക്കാം. സെക്കൻഡ് സിറ്റുവേഷൻ എന്താ സംഭവിക്കുന്നു? 10 ലക്ഷം രൂപയല്ലേ നമ്മൾ കാറിന്റെ വില പറഞ്ഞത്? അതെ. ആ 10 ലക്ഷം രൂപയും ഇവർ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. 10 ലാക്സും കൊടുക്കുകയാണ്. എന്തിനാ അങ്ങനെ കൊടുത്തത്? ഈ 1 ലാക്ക് ഉള്ള കാർ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഷിഫ്റ്റ് ആയി. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനി ആ സ്ക്രാപ്പിലുള്ള 1 ലാക്ക് കൊണ്ടേ പുറത്ത് വിൽക്കാന്ന് വിചാരിക്കാം. അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഓണർഷിപ്പ് ഷിഫ്റ്റ് ആയി. കാരണം 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ 1 ലക്ഷം രൂപയുടെ വണ്ടി ഇങ്ങോട്ട് കിട്ടിയല്ലോ. ആ 1 ലക്ഷം രൂപയുടെ വണ്ടി ഇനി ഇവർക്ക് പുറത്ത് വിൽക്കുന്ന സമയത്ത് മേ ബി 1 ലാക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ജി എസ് ടി അടക്കാനുള്ള ഉത്തരവാദിത്തം ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട്. അവിടെ അത് സപ്ലൈ ആണ്. അപ്പൊ ആദ്യം പറഞ്ഞ കേസിൽ സപ്ലൈ ഒന്നുമില്ല, രണ്ടാമത് പറഞ്ഞ കേസിൽ സപ്ലൈ ഉണ്ട്. ഇതാണ് ഈ ക്ലാരിഫിക്കേഷൻ. നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മൊത്തം സർക്കുലർ വായിച്ചോളൂ, ശ്രദ്ധിക്കാം. ഓക്കെ. When an insurance company settles a motor vehicle insurance claim for damage to vehicle, the treatment of salvage or wreck value plays an important role in determining the GST liability. Okay. There are two possible scenarios. One, the salvage value is deducted from the claim amount paid to the insured. In that case, the insurer reduces the claim amount by the estimated value of salvage or wreckage. The salvage remains with the insured, that is the policy holder. Since the insurance company does not acquire the ownership of the salvage, it is not responsible for any GST. Set? Yes. Now, case number 2. Salvage is not deducted. The salvage is not deducted. In that case, the insurer pays the entire claim amount to the insured without deducting the value of salvage or wreckage. In this case, the ownership of the salvage passes to the insurance company. All right. When the insurance company later sells or disposes of the salvage or wreckage, it becomes a supply under GST. The insurance company must discharge GST liability on sale or supply of this salvage to the buyer. Done. And with that, we are done with the provisions related to salvage or wreck. Clear? So, നമ്മൾ ആക്ച്വലി സപ്ലൈ എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള 3 അമെന്റ്മെന്റ്സ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ.